ഇത് എന്ത് സിനിമയാണെങ്കിൽ ഓപ്പോസിറ്റ് വലിയ സിനിമ ഉണ്ടാവും. എടാ ഇവിടെ ഇന്നൊന്ന് അവിടെ പരിപാടി ഉണ്ട് കേട്ടോ, നമുക്ക് പ്രൊമോഷൻ ഉണ്ട്, വേഗം വരാൻ പറഞ്ഞാൽ അവര് വരും. മാനേജർമാരെ വിളിച്ച് അവരെ അനുവാദം ചോദിച്ചിട്ട് മടുത്തു. ഇത്തിരി വലിപ്പിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയല്ല, ഒരു ടെൻഷൻ വരുന്ന പരിപാടി ആർട്ടിസ്റ്റുകളെ ഭാഗത്തുനിന്ന് ബാക്കി ഒരു സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് പൊക്കോട്ടെ. എന്നെ വഴക്ക് പറയും, നല്ല ഇരിക്കുന്ന ചാനൽ സമയത്തൊന്നും അല്ല, ഞാൻ പിണങ്ങിയൊക്കെ പോയിട്ടുണ്ട് പുള്ളി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. നമസ്കാരം. വണക്കം. വണക്കം. തമിഴ് വേശിയില്ലാന്ന് അല്ലേ? മലയാളം കുറച്ച് പറയാം, മലയാളം നന്നായിട്ട് പറയാം, തമിഴ് സൂപ്പർ പറയാം. എന്നാ മലയാളം പറഞ്ഞു. മലയാളം രണ്ടുകൂടെ മലയാളത്തിൽ അഭിനയിച്ചില്ലേ? മലയാളം നന്നായിട്ട് അറിയാം. എന്നെ മലയാളം അറിയില്ലാത്ത പുരിയോ പേசுறது கொஞ்சம் கஷ்டம். പേസ് സുഖമാണോ? സുഖമാ. നീങ്ക സുഖമായിരിക്കുന്നു. കഴിച്ചു. കഴിച്ചോ? കഴിച്ചു. രാവിലെ എന്ത് കഴിച്ചു? രാവിലെ എന്ത് കഴിച്ചു? ഞാൻ ഇഡ്ലി. ഇഡലി. 4 ഇഡലി. 4 ഇഡ്ലി. ഓക്കെ. അപ്പൊ ബെസ്റ്റി ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് എപ്പോഴും ഇത് എന്ത് സിനിമയാണെങ്കിൽ ഓപ്പോസിറ്റ് വലിയ സിനിമ ഉണ്ടാവും. അതാണ് ഏറ്റവും അല്ലേ? അതെ, ഇതാണ് മമ്മൂക്കാടെ സിനിമ. നമ്മൾ ബെസ്റ്റി ആയിട്ട് വരും. എന്തായാലും താങ്കൾ ഭാഗ്യവാനാണ്. പെട്ടെന്ന് സിനിമകൾ അല്ലേ? ഈ സിനിമയ്ക്ക് ഒത്തിരി താമസമൊന്നും വരാതെ സിനിമ റിലീസിന് ഇറങ്ങുന്നു. എന്താണ് ബെസ്റ്റി പറഞ്ഞു വെക്കുന്നത്? ബെസ്റ്റി ഒരു ഇതേപോലെ എല്ലാവരുടെ ഇടയിലേക്ക് വരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കഥയാണ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പരിപാടിയാണ് ബെസ്റ്റ് എങ്കിലും ഈ സിനിമ അങ്ങനെ ന്യൂ ജനറേഷൻ ട്രെൻഡിന്റെ ആ വാക്കിനോടൊത്ത് പോകണില്ലെങ്കിലും ഒരു ബെസ്റ്റ് ഇടയിൽ വരുന്ന ഒരു ലൈഫ് ജീവിതമുള്ളവരുടെ ഇടയിലേക്ക് ഒരു ഫ്രണ്ട് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ. അത്രയും കയറി വരുന്ന ഒരു ഫ്രണ്ട് നമ്മൾ സിനിമ കണ്ടപ്പോൾ ഇവൻ എൻ്റെ കൂട്ടുകാരനെ നമുക്ക് സ്വയം തോന്നുമായിരിക്കുമല്ലോ സിനിമ കണ്ടു കഴിയുമ്പോൾ. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിനിമ ഇപ്പോൾ അല്ല, ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കയറിയപ്പോൾ ഞാനിപ്പോൾ സിനിമ കണ്ടപ്പോൾ ഇവൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണല്ലോ ഇവൻ എന്ന് തോന്നിക്കുന്ന നിലയിലായിരിക്കുമല്ലോ അങ്ങനെ തന്നെ അല്ലേ? അവൻ വരുന്നത് എന്തിനാണെന്നുള്ളത് വേറെ, അതാണ് സിനിമ. അതെ. ഇത്ര ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിനിമ കണ്ടു കഴിയുമ്പോൾ അല്ലേ? എത്ര നാളത്തെ പരിശ്രമമാണ് ഈ ഒരു സിനിമ? ഇങ്ങനെ അധികം ഒന്നായിട്ടില്ല, ഇതൊരു ഇങ്ങനെ പെട്ടെന്നായല്ല, അതിനൊരു സമയം അതിന് കണ്ടെത്തിയിട്ടില്ല. എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുന്നത്? ഈ തമിഴിൽ നിന്ന് തന്നെ ഒരാൾ വേണമെന്ന്, നായിക വേണമെന്ന് തീരുമാനിക്കാൻ കാരണം നമുക്ക് നമ്മളെ പ്രൊഡക്ഷൻ സൈഡാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, അതേപോലെ ആർട്ടിസ്റ്റ്, ഇവരെയൊക്കെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർക്ക് ഭയങ്കര ബെൻസി പ്രൊഡക്ഷൻസ്, അബ്ദുൽ നാസർ ബോസ് പുള്ളിയാണ്. പുള്ളി ഇങ്ങനെ ഇവരൊക്കെ വെച്ചിട്ട് ഒരു പടം ചെയ്യുന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ്. അല്ലാണ്ടൊരു ഇവരെ വെച്ചിട്ടൊരു പടം ഉണ്ടാക്കാൻ പോയതല്ല ഞാൻ. നമുക്ക് നമ്മളെ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മളെ പടത്തിലെ പ്രധാന കാസ്റ്റ്. അപ്പോൾ ബോസ് തന്നെയാണ് പറയുന്നത്, നമുക്ക് അവർക്ക് അഭിനയിക്കാൻ അഷ്കർ എനിക്ക് നേരത്തെ അറിയാം, സാക്ഷിനെ അറിയാത്തുള്ളൂ. പക്ഷെ സാക്ഷിയുടെ ഒരു പടം എടുത്ത് കാണിച്ചു ഓക്കെ പറഞ്ഞു. ബോസിന്റെ ബെസ്റ്റികളാണ് നമ്മളെല്ലാം. പ്രൊഡ്യൂസറുടെ ബെസ്റ്റുകളാണ്. കാരണം അതിലത്തെ ന്യൂ എൻട്രിയാണ് പുതിയ ബെസ്റ്റ്. പക്ഷേ റിലീസ് പ്രകാരം നമ്മൾ ഒരു അന്വേഷണത്തിന് തുടക്കം ഇതിന് മുമ്പ് റിലീസായത് ഞാൻ. ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അതിലാ പോയി ജോയിൻ ചെയ്തു. അതിലും ഒരേ ബോസിന്റെ തന്നെ സിനിമ. ഇവിടെ രണ്ടാമത്തെ ബോസിന്റെ പടത്തിൽ റിലീസിലുണ്ട്. മൂന്നാമത്തെ പടം ബോസുമായിട്ട് വേറെ പടങ്ങളുണ്ട്. ബോസുമായിട്ട് നമ്മളൊരു കുടുംബം പോലെ. എങ്ങനെയാണ് ആ ബോസിനെ ഇങ്ങനെ കൈ പിടിച്ച് നിർത്തുന്നത്? പറയാം. ട്രിക്കിന്റെ അല്ല, നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്. കാരണം നമുക്കൊരു പടച്ചവന്റെ രൂപത്തിൽ ഒരാൾ വരുമെന്ന് പറയുന്നില്ലേ? കാരണം നമ്മൾ അവസരങ്ങൾ തേടി നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരാൾ വരും. അദ്ദേഹം പറയുന്നു അഷ്കർ ഈ ക്യാരക്ടർ ചെയ്യണം, അല്ല അഷ്കറിന് ഈ ക്യാരക്ടർ കൊടുക്കണമെന്ന് ഡയറക്ടേഴ്സിനോട് പറയുക. അപ്പോൾ ഷാനുവിനോട് പറയാം, എന്നാൽ അഷ്കറിന് ഈ ക്യാരക്ടർ കൊടുക്കണം കേട്ടോ. മിക്ക പടത്തിലും പറയുന്നത് സംസാരിച്ചിരുന്നു, അദ്ദേഹം അഷ്കറിന് ക്യാരക്ടർ കൊടുക്കണം. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്നോട് പറയുമ്പോൾ അപ്പോൾ ഡയറക്ടർ എനിക്ക് വേണ്ടി ആ കഥാപാത്രം കറക്റ്റായിട്ട് ചെയ്തു തന്നു, അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് അവസരങ്ങൾ കിട്ടുകയാണെന്നല്ലോ. അല്ല, അത് വേറെ കേസ്. അങ്ങനെ അവസരം കിട്ടുമ്പോഴും ആ പ്രൊഡ്യൂസറിന് ഒരു
കാഴ്ചപ്പാടുണ്ട്. കാരണം ഏൽപ്പിച്ചാൽ അത് ഭദ്രമാക്കും എന്നൊരു കാഴ്ചപ്പാടും ഉണ്ടാവും. തീർച്ചയായും അതുകൊണ്ട് ഒരാളെ കൊണ്ട് വെക്കുമല്ലോ. ഇല്ല ഒരിക്കലും ഇല്ല. കാരണം എത്രയോ പ്രൊഡ്യൂസേഴ്സ്, എത്രയോ സിനിമകൾ നടക്കും നമ്മുടെ മലയാളത്തിൽ, എത്രയോ പടങ്ങൾ നടക്കും. ഈ ബെൻസി പ്രൊഡക്ഷൻസിന് ഇപ്പം ഞാൻ 4ാമത്തെ ഫിലിം ചെയ്ത് കഴിഞ്ഞു, 4 ഫിലിം ചെയ്ത് കഴിഞ്ഞു. കാരണം അദ്ദേഹം എന്നെ എന്തോ മരണം, അവന് ഒരു ജോലി കൊടുക്കാമല്ലോ, പണി എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, അപ്പം പണിയെടുത്ത് ജീവിക്കട്ടെ. കാരണം ഒരു കുടുംബം പോലെയാണ് നമ്മളത്. നമ്മളത് 8 വർഷത്തെ പരിചയങ്ങൾ, 8 വർഷമായി ബെൻസി പ്രൊഡക്ഷൻസിൽ. 8 വർഷമായിട്ടുള്ള അതൊരു 8 വർഷമായ ഫാമിലി പോലെ തന്നെ. കാരണം നമ്മളൊരു കുടുംബം പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു ജോലി, നമ്മള് അവരെ ചേർത്ത് പിടിക്കല്ല, നമ്മളെ ചേർത്ത് പിടിക്കുക. നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെയാണ്. പക്ഷെ ഡയറക്ടർ ഷാനുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഷ്കറിന് ഒരു ക്യാരക്ടർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷാനു അതിന് വേണ്ടി റെഡിയാക്കി എനിക്ക് ആ കഥാപാത്രം തന്നു. അഷ്കറിന് കഥാപാത്രം കൊടുക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. അല്ല, അഷ്കർ ഇല്ലെങ്കിൽ പടം ഇല്ലെന്നല്ല പറയുന്നത്. അഷ്കറിന് ക്യാരക്ടർ കൊടുക്കണം, അവനൊന്ന് ജീവിച്ചു നോക്കട്ടെ, കഞ്ഞി പിടിച്ച് നോക്കട്ടെ. എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂക്കാട് സിനിമ 23-ാം തീയതി, 24-ാം തീയതിയാണ് നമ്മുടെ സിനിമ. അത് മനസ്സിലായോ? നമ്മൾ ആ സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ചിട്ടുള്ള വണ്ടി, നമ്മളും ആ സൈഡിൽ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പൊക്കോട്ടെ അല്ലേ? അതെ. മമ്മൂക്കാട് സിനിമയ്ക്ക് തൊട്ട് പിന്നാലെ മമ്മൂക്കാട് പെങ്ങടെ മോൻ അഭിനയിച്ച സിനിമ. അങ്ങനെ ഉണ്ടായിരുന്നത് മാർക്കറ്റിൽ. അതെ. നമ്മൾ ടെർബോ കഴിഞ്ഞിട്ട് അടുത്ത ഫൈറ്റ്, നമ്മുടെ ടെർബോ ഫൈറ്റ് മാസ്റ്റർ അല്ലേ ഫീനിക്സ് പ്രഭുവാണ് നമ്മുടെ ഫൈറ്റ് എല്ലാം ചെയ്തത്, ബെസ്റ്റിയുടെ ഫൈറ്റ്. അപ്പോൾ അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി പടച്ചവൻ്റെ കയ്യിലാണ്. അല്ല, അപ്പോൾ പുള്ളിയും പറയായിരുന്നു, പ്രഭു സാറും പറയായിരുന്നു, നമുക്ക് എത്ര ഡെഡിക്കേഷനോടെയാണ് ടെർബോ ചെയ്തതും. അത് പല സ്റ്റൺസ് കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം നമ്മളിപ്പോൾ റോപ്പിൽ കെട്ടി തൂക്കുന്ന ഒരു സംഭവം ഒരു കാൽക്കുലേഷനിൽ ചെയ്യുന്നതാണ്. ഒരാളുടെ ടൈമിംഗ് മാറിയാൽ അങ്ങനെ ടെർബുല സംഭവിച്ചു. മമ്മൂക്കാക്ക് ഒരു ചെറിയൊരു ഇഞ്ചുറി പോലെ ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ഫീനിക്സ് പ്രഭു സാർ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും വലിയ ലെജൻഡ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പറ്റിയൊരു പിഴവ് കാരണം ഇഞ്ചേർഡ് ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, പ്ലാൻ ചെയ്യാത്തൊരു സംഭവം. പക്ഷെ മമ്മൂക്ക അത് നല്ല സ്പിരിറ്റിലാണ് അത് എടുക്കുകയെന്ന് പറയും. ലൈക്ക് ഇത് ഫൈറ്റിലുണ്ടാവും. പക്ഷെ അതെല്ലാം പുള്ളിക്ക് അറിയാം. പുള്ളി അവിടെ അത് ഒന്ന് ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഒന്ന് ഇറിറ്റേറ്റഡ് ആയാൽ സെറ്റ് ആകെ തകർന്നു. പക്ഷെ അങ്ങനെയല്ല, നല്ല സ്പിരിറ്റിൽ എടുക്കുകയും ആ കോൺഫിഡൻസോടെ കുഴപ്പമൊന്നുമില്ല എന്ന് പെട്ടെന്ന് സമ്മതിച്ചില്ല എന്ന് പറയാം. അതെ അതെ, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഫൈറ്റ് മാസ്റ്റർ എന്നോട് പറഞ്ഞു ഡൂപ്പിടാന്ന് പറഞ്ഞു. പക്ഷെ മമ്മൂക്ക സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ആ മമ്മൂക്കാടെ സ്പിരിറ്റ് കണ്ടല്ല നമ്മളെല്ലാം സിനിമയിലേക്ക് വരുന്നത്. കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് പുള്ളിനെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് കിട്ടിയത്, പ്രൊഡ്യൂസർ വന്നു, സിനിമ വന്നു, നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ. കാരണം നമ്മുടെ അമ്മാവൻ ഭയങ്കര സൂപ്പർ സ്റ്റാർ. അപ്പം അങ്ങനെ കണ്ട് അഭിനയിക്കാൻ കൊള്ളാമല്ലോ പരിപാടി. ഇതിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേ ഇത് കൊള്ളാമല്ലോ പരിപാടി തോന്നി. എത്തിയപ്പോഴേ കഷ്ടപ്പാട്. എതിരായിട്ടല്ല, അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒഴുക്കോടെ നമ്മൾ സൈഡിൽ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ അതാണ് നമ്മൾ ആ ക്യാപ്ഷൻ കേട്ടോ. ആ ക്യാപ്ഷൻ ബെൻസിയുടെ അടുത്ത് ഇന്ന് രാഷിയുടെ അടുത്ത് മമ്മൂക്കയെ കാണാൻ പറ്റില്ലത് മരുമനെ കാണാം ഈ തിയേറ്ററിലുണ്ട്. അത് ഗംഭീര ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ ഞാൻ എടുത്തോട്ടോ. ഇതായിരിക്കും എന്റെ തമ്പിലെ ഗംഭീര തമ്പ. അത് ഡയറക്ടർ ഗംഭീര തമ്പ് എനിക്ക് വന്നിട്ട് ഇത് തന്നെയായിരിക്കും എന്റെ തമ്പ്. മമ്മൂക്ക അല്ലെങ്കിൽ മരുമനെ കാണാം, ബെസ്റ്റിക്ക് ടിക്കറ്റ് എടുത്തു. ഇതല്ലേ? എല്ലാം മനസ്സിലായോ? നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. அந்த மூவில போலனா இந்த மூவி பார்க்கலாம்னு சொல்லிட்டு கேப்ஷன் போட்டுறலாம். எல்லாம் മനസ്സിലായല്ലോ. எப்படி இருக்குங்க? நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? செகண்ட் மூவியா? மலையாளம்ல இது என்னோட செகண்ட் மூவி. ஆமா, ஆக்சுவலி தேர்ட் மூவி. நான் அஷ்கர் நடிச்ச ஒரு படம் இதே ப்ரொடக்ஷன்ல, அது இதுக்கப்புறம் ரிலீஸ் ஆக போகுது. ஆனா ஃபர்ஸ்ட் அந்த படம் தான் நாங்க நடிச்சோம். இதுக்கு முன்னாடி ஒரு மூவி பண்ணிருக்கேன், பிஜு மேனன் ஹீரோயின், 1000 की नाकलाल. அது ஒரு 5-6 இயர்ஸ் ഓർഡിനറി ഇല്ല, 1000 की नाकलाल. ബിജു മേനനോട് பிஜு மேனன் രഞ്ജി പണിക്കർ സാർ പ്രൊഡ്യൂസ് ചെയ്തത്. எஸ் ரஞ்சி பணிக்கர். இப்ப தேர்ட் மூவி ஆச்சு. எஸ் அஸ்கர் எப்படி இருக்காங்க? ரெண்டு மூவி அவங்க பேர் தான். ரொம்ப 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 நைஸ் பர்சன். ரொம்ப நைஸ் பர்சன். எனக்கு ஒரு நல்ல ஃப்ரெண்ட் மாதிரி, பெஸ்டி மலையாளம் சினிமாவில். அண்ட் போன மூவியும் நாங்கள் நடிக்கும் போது ஃபஸ்ட்டு எனக்கு கொஞ்சம் நர்வஸாக இருந்தது. ஏன்னா ரொம்ப கேப் கொடுத்துட்டு மலையாளம் சினிமாவுக்கு வரேன். எப்படி இருப்பாங்க, ஒரு ஆட்டிடியூடாக இருப்பாங்களா, ஒரு இது கெத்து இருக்கோமா, அதெல்லாம் ஒன்றுமே இல்லை. அவ்வளோ ஸ்வீட், அவ்வளோ கம்ஃபர்டபுள் டு ஒர்க் வித். அண்ட் ஜாலியாக பேசுவோம், ஜாலியாக போவோம். ஒரு ஃபன்னாக இருக்கும் ஷூட் எப்போவுமே. மம்முட்டி ஃபேமிலி தான். அஃப்கோர்ஸ் ஐ நோ.
ஏன்னோ அதுதான் பயம் இருந்தது எப்படி பட் வெரி வெரி சில்டு பர்சன். நல்லா ஒரு இந்த மூவி பார்த்தீங்கன்னா ஃபுல்லாக இன்க்ளூடிங் ஷாஹீன் அஷ்கர் நாங்கள்லாம் அவ்வளோ ஜாலியாக ஷூட் பண்ணோம். டெய்லி ஃபன் தான் செட்டில். கேரக்டர் பேர் இந்த கேரக்டர் வாஸ் வெரி இன்ட்ரெஸ்டிங். எனக்கு ஃபஸ்ட்டு ப்ரொடக்ஷன்லேருந்து ரெனி மேம் ஃபோன் பண்ணாங்க அண்ட் அவங்க கால் பண்ணி இந்த என்டையர் ஸ்கிரிப்ட் நரேட் பண்ணும் போது நான் கேட்டேன், வை மீ மேம், வை டு யூ வாண்ட் மீ டு ப்ளே? ஏன்னா எனக்கு புரியணும்ல அவங்களோட மைண்ட் செட் என்னன்னு. ஸோ ஷீ டோல் மீ, எக்ஸ்பிளைன் பண்ணாங்க இந்த ஸ்கிரிப்டில் ஒரு 2-3 ஃபைட் சீன் வச்சுருக்காங்க, அதோட இம்பார்ட்டன்ஸ் என்ன, ஏன்னா ஃபுல்லாக இப்போ நான் சொல்ல முடியாது, பட் ஏன் அந்த சீன் இருக்குது, அதுக்கு முன்னாடி என்ன நடக்குது, அதுக்கு அப்புறம் என்ன நடக்குது, அதில் நான் வந்தால் என்னால் என்ன ஆட் பண்ண முடியும்னு எக்ஸ்பிளைன் பண்ணும்போது ஐ லவ் த கேரக்டர், ஐ லவ் த ஸ்கிரிப்ட். அண்ட் எஸ்பெஷலி நம்மளோட யூனோ திஸ் மல்லபுரம் ஏரியாவோட ஒரு கம்யூனிட்டி இருக்கும்ல, அங்கே நல்லா கனெக்ட் ஆகும்னு சொல்லிட்டு அந்த ஒரு ஸ்கிரிப்ட் ரெடி பண்ணாங்க. ஸோ ஐ சார் கண்டிப்பாக நான் இந்த படம் நான் தான் பண்ணுவேன், நோபடி எல்ஸ் ஷுட் டூ இட், ஐ வில் டூ திஸ் மூவி. ஸோ அப்படி தான் நான் உள்ளே வந்தேன். உள்ளே வந்ததுக்கப்புறம் ஐ ஹேட் நாட் மெட் ஷாஹீன், அதுக்கு முன்னாடி மீட் பண்ணல. அஷ்கர் சொல்லும் போது ஐ வாஸ் லைக் ஓகே நம்ம பையன் தான் நோ ப்ராப்ளம். ஷாஹீனும் மீட் பண்ணும்போது ரொம்ப கம்ஃபர்டபுளாக இருந்தது ஃபஸ்ட் டேலேருந்து லாஸ்ட் டே வரைக்கும். அண்ட் ஷானு கூட மீட் பண்ணும்போது இட் வாஸ் வெரி வெரி லைக் ஒரு சொல்கிறோம் இல்லை ஒரு எக்ஸ்டெண்டட் ஃபேமிலி தான். இது ஒரு ஷூட்டிங் ஸ்பாட்டுக்கு வரும், ஒரு யூனோ இப்படி தான் அப்படி தான் ஒரு ரூல்ஸ் இருக்கணும், ப்ரோட்டோகால்ஸ் இருக்கணும், அஃப்கோர்ஸ் ஒரு ப்ரொஃபஷனலிசம் இருக்கும், பட் அதை தாண்டி லவ்லி ட்ராவல் இந்த மூவி. அண்ட் ஸ்டோரியும் நீங்கள் பார்த்தீங்கன்னா இட்ஸ் ஸோ பியூட்டிஃபுல்லி இட்ஸ் கம் அவுட். அவங்க அவ்வளோ அழகாக எடுத்து வச்சுருக்காங்க. சொல்கிறதோட நம்ம ஒரு எக்ஸ்பெக்ட் பண்ணுவோம்ல, 70% எக்ஸ்பெக்ட் பண்ணுவோம், 90% பண்ணி எடுத்து வச்சுருக்காங்க. ஆடியன்ஸ் தான் சொல்லணும் அது 100% இல்லைன்னு, அது ஆடியன்ஸ் கையில் இருக்குது. பட் பியாண்ட் தேட் விஷுவல்ஸ் பாருங்கள், நீங்கள் சாங்கோட விஷுவல்ஸ் பாருங்கள், ஜிஜுவோட சினிமாட்டோகிராஃபி, நோ பார்க்கிங்னு ஒரு தமிழ் மூவி பண்ணாங்களே அவங்க தான் சினிமாட்டோகிராஃபர், அமேசிங் விஷுவல்ஸ், அமேசிங் ஒர்க். ஸோ இந்த மாதிரி ஒரு பவர் அண்ட் அஃப்கோர்ஸ் ப்ரொடியூசரோட சப்போர்ட், ஏன்னா ஃபஸ்ட்டு அதுதானே வேணும், அவங்களோட சப்போர்ட் இருந்தால் தான் இது எல்லாமே வர முடியும். நாங்கள் ஃபைட் சீன் பண்ணுறோங்க, இட்ஸ் நாட் லைக் சீரியஸ்லி நான் சொல்கிறேன். இப்போ நீங்களாம் டிஸ்கஸ் பண்ணிட்டு இருந்தீங்க, ஃபீனிக்ஸ் பிரபு மாஸ்டர் மம்முட்டி சார் ஃபிலிம் முடிச்சுட்டு நம்ம மூவிக்கு வந்தாங்க. ஸோ எப்படி இருக்கும் அந்த பவர் யோசிச்சு பாருங்கள். நீங்கள் ஒரு மம்முக்கா ஃபில்ம் முடிச்சுட்டு வரும்போது அந்த பவரில் நம்மளுக்கு கொரியோகிராஃபி பண்ணும்போது ஷாஹீன் நானும் அஷ்கர் அவ்வளோ அடி வாங்கினோம். நானும் நிறைய அடி கொடுத்துருக்கேன் எல்லாருக்கும், நான் அவ்வளோ அடி வாங்கியிருக்கேன். அவ்வளோ சொல்லட்டுமா? அது பண்ணி ஒரு விஷயம் கதையில் நடந்த சம்பவம் അല്ല അത് കഥയായിട്ട് റിലേറ്റഡ് ആണ്. ഡയറക്ടർ പറഞ്ഞാ പറയാം. ഞങ്ങൾ 3 പേരും ഫൈറ്റ് ഉണ്ട്, സാക്ഷി നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഒരു ടൈമിങ്ങിന് ഒന്ന് പാളി, ചെറിയൊരു പാളി പറയണടാ പാളി മൂക്കിന്റെ പാലം അതും പാളി. അതും പാളി. ഷൈന്റെ ബ്ലഡ് വന്നു. You imagine ചെറിയൊരു ടൈം മുരുടേശ്വരുടെ ഹിൽ ടോപ്പ്, മുരുടേശ്വരം சன்லைட், ஒரு ட்ரீ கூட இல்லை அங்கே, மொத்த செட்டப்ல நோ ட்ரீ. அங்கே போயிட்டு நாங்கள் 4 days டே அண்ட் நைட் ஷூட் பண்ணுறோம். லாஸ்ட் ஸ்டன் சீக்வன்ஸில் ஃபைனல் ஷாட், 1 punch, அவங்களோட நோஸ் இப்படி போயிடுச்சு, 1 punch. மாஸ்டர் மைக்ல கத்துறாங்க, என்னமா உன் கை என்னன்னு ஒரம் கொடுத்தேக்கு കൂടുതലാണ് അഹങ്കാരം കൊടുത്തേക്ക്. அண்ட் எனக்கு தெரியல அந்த பஞ்சுக்கு அப்புறம் அவங்க அப்படி டர்ன் பண்ணிட்டு ஐ அம் ஹோல்டிங் ஹிஸ் நோஸ் லைக் திஸ், blood அந்த வெயில்ல அந்த சன்ல எல்லாரும் பயங்கர he was gone. immediate hospital கொண்டு போயிட்டு எல்லாருக்கும் நான் தோ அழுத ஆரம்பிச்சிட்டேன். நான் விழுந்துட்டேன், I started crying. I was like what is happening here? but ஒரு 5 minutesல அவங்க ஹாஸ்பிடல் போயிட்டாங்க. அடுத்த 5 minutesல ஷூட்டிங் ஆரம்பிச்சிடுச்சு. So that's the level of professionalism that is there in yes correct. കുറേ ഇടിയെ കൊണ്ടുണ്ട് പോവാം. நான் இப்போ மார்னிங் வந்த உடனே I was seeing his nose പക്കാവാ இருக்கு அப்பா. എത്ര നാളാണ് വന്നത് ഇതാണ് നോക്കിയത്, പക്കാവാ ഇരിക്കുന്നു. പക്ഷെ എന്തായാലും അതിന്റെ ഒരു അധ്വാനത്തിന്റെ ഫലം കാണുന്നു സിനിമ. ഒരുപാട് കഷ്ടപ്പെടുന്ന സിനിമയാണല്ലോ അല്ലേ?
കാരണം സാക്ഷി നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, സാക്ഷിയുടെ ഫൈറ്റ് ഉണ്ട്, ഷൈൻ്റെ ഫൈറ്റ് ഉണ്ട്. ഷൈൻ നന്നായിട്ട് ഡാൻസ് കളിച്ച് നല്ല സോങ്. അല്ല ഇപ്പൊ ഇറങ്ങിയ സോങ്ങില് നല്ല സോങ്, നല്ല സോങ്. അല്ല ആ സോങ് നല്ല കുശുമ്പിലിരിക്കുക. പാട്ടൊക്കെ കൊടുത്ത് എനിക്ക് പാട്ട് നമുക്ക് ഞാൻ ബോംബെ കൊണ്ട് പാട്ട് പകരത്തിന് പകരം കൊടുത്തു അല്ലേ? ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പം എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഇന്നാകുന്ന ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ഇന്നാകുമ്പോൾ നമുക്കൊരു എന്നെ ഷാനുക്കാണ് വിളിക്കുന്നത്. നമുക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഡയറക്ടർ അനുറ. അപ്പൊ നമുക്ക് അല്ലാനമ്മേട്ട ഷാനുക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ഷാനുക്ക വിളിക്കുന്നു, സബ്ജക്റ്റ് പറയുന്നു, ഇതാണ് പ്രൊഡക്ഷൻ, അഷ്കർക്കയുടെ ഒപ്പമാണ്, നല്ല റോളാണ്, നീ എന്തായാലും ചെയ്യണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അത് 100% കൺഫേംഡ് ആണ്, ഇത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്നാണ് അങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബോസിൻ്റെ സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ബോസിൻ്റെ വീട്ടിൽ, ബോസിന് വലിയ 2 വീട്, അപ്പോൾ അവിടെയാണ് താമസിക്കുക. അപ്പോൾ ഷൂട്ടിനിടയിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ, അപ്പം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങളെല്ലാവരും ഷൂട്ടിന് പോവുക, കാരണം തൊട്ടടുത്ത് തന്നെയാണ്, പൊന്നാനി തന്നെയാണ് പ്രധാന സീക്വൻസ് എടുക്കുന്നത്. എൻ്റെ വൈഫിന് കിട്ടിയ കംഫർട്ട് എന്ന് വെച്ചാൽ അവിടെ ഒറ്റപ്പെടുക, അവിടെ എല്ലാ ബോസിൻ്റെ ഫാമിലി അവിടെ ഉണ്ട്, അവരായിട്ടുള്ള അടുപ്പം, അവർ ഭക്ഷണം എന്നെ വിളിച്ച് നോക്കി, ഇന്ന് വെള്ളിയാഴ്ച നിസ്കരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇവിടെ മട്ടൻ ബിരിയാണിയാണ്, നമുക്ക് ഇവിടുന്ന് കഴിക്കും അതൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, ഒരു വളരെ നല്ല ബ്യൂട്ടിഫുൾ സമയമായിരുന്നു ആ ഷൂട്ട്. ബോസിൻ്റെ ഫാമിലി ഞങ്ങൾ അത്രയും നന്നായിട്ടാണ് കെയർ ചെയ്തത്. സാധാരണ ഒരു സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലി ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ അവരുടെ ഫാമിലി സെറ്റിൽ വന്നാൽ ഹായ് എന്ന് പറയുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നല്ലാതെ ഇതങ്ങനെയല്ല. ശരിക്കും നമ്മൾ ആ ഫാമിലിയുടെ അംഗമാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ റൂമുണ്ട്, നമുക്ക് അവിടെ വലിയ വീടാണല്ലോ, അവിടെ വലിയ വീട്, അങ്ങനെ 2 വീട്. ഏത് ഷൂട്ടിംഗ് അല്ല, ഒരു ആഘോഷമാണ്, ആഘോഷമാണ് അല്ലെ? സിനിമ ചെയ്തിട്ട് ബിസിനസ് ആക്കി കാശുണ്ടാക്കണം, നമ്മൾ റിലേറ്റീവിന്റെ വീട്ടിൽ പോയി ആഘോഷമാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളാണ് സിനിമ ചെയ്യുക, കലാകാരന്മാർ, കുറെ കലാകാരന്മാർ ഉള്ള ആൾക്കാർക്കൊക്കെ ഫുഡ് അവരെ വീട്ടിൽ നിന്നാണ്. അതായത് ടെക്നീഷ്യന്മാർക്കും വർക്ക് ചെയ്യണ എല്ലാവർക്കും അവരുടെ ആഘോഷമാണ്, പെരുന്നാൾ പോലെ. അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ എന്ത് സുഖമായിരിക്കും. ടെൻഷൻ ഇല്ലാത്ത ഒരു പരിപാടിയാണ്. ഇപ്പൊ സിനിമയിൽ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ കോസ്റ്റ്യൂമിൽ വാച്ച് അത്ര നല്ലതല്ല. ബോസിനോട് ചോദിക്കാൻ പറഞ്ഞു, ഇങ്ങനെ നല്ല ആണോ വാച്ച് പോലെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് എനിക്ക് റോളെക്സ് എടുത്ത് അപ്പം അതങ്ങനെ ഷൂട്ട് പോകാം. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര രസമുള്ളൊരു. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരുപാട് സീക്വൻസ് ഉണ്ട്. ഒത്തിരി അല്ല, ഇതിനു മുമ്പ് നമ്മൾ സെറ്റിലാണ് ആദ്യം പരിചയപ്പെട്ട് സംസാരിക്കുന്നത്. സെറ്റിൽ വെച്ചാണ് ആദ്യം പരിചയപ്പെട്ടത്. ഞാൻ ആദ്യം കാണുന്നത് മമ്മൂക്കയുടെ ഉമ്മ മരിച്ചു പോയ ഫ്യൂണറലിന് ഞാൻ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യണം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ല നേരിട്ട് കാണുന്നതെന്നാണ്. പിന്നെ സംസാരിക്കുന്നത് ലൊക്കേഷനിലെത്തുന്നത്. ഞങ്ങളന്ന് മുരുദേശ്വറിലാണ് ഷൂട്ട് കിടക്കുന്നത്. നിങ്ങൾ അന്നാണ് നേരിട്ട് കാണുന്നത്. അന്ന് കാണുന്ന വെച്ചാൽ ഞാനിക്കനെ കാണുന്നുണ്ട്, ഞാൻ ഷോട്ടിലാണ്. പക്ഷേ എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ തരുന്ന ഒരു എന്താ ഒരു സ്നേഹവും ഒരു ബ്രദറിനോട് കാണിക്കുന്ന ഒരു വാത്സല്യം. ഇപ്പം എൻ്റെ ഫാദർ ആദ്യം മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ആ നേരം അല്പദൂരം എന്ന് പറഞ്ഞ മൂവിയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. പോണ്ടിച്ചേരി ഞങ്ങൾ ആ വഴി പോയിരുന്നു, മറ്റേ ECR റോഡ്, അങ്ങനത്തെ റോഡ്. അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ഓപ്ഷൻ പറഞ്ഞു, ഈ ലെഫ്റ്റ് കട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു താജിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ വെച്ചാൽ ആദ്യം ഷൂട്ട് ചെയ്യണം. വാപ്ചി ആദ്യമായിട്ട് സെറ്റിലെത്തി മമ്മൂക്കായിട്ടുള്ള സീക്വൻസ് അന്ന് തന്നെ മമ്മൂക്ക ഭയങ്കര ഇഷ്ടം കാണിച്ചു. വാപ്ചി പറഞ്ഞത് വെച്ചാൽ അന്ന് ആ ഷോട്ട് കഴിഞ്ഞിട്ട് വാപ്ചി തിരിച്ച് നടന്നു പോകുമ്പോൾ മമ്മൂക്ക അന്ന് അംബാസഡറിൽ വന്നിട്ട് നീ എവിടെ കൊണ്ടുവാ വണ്ടി കയറി എന്നിട്ട് അങ്ങനെ കെട്ടിക്കൊണ്ട് ഇഷ്ടം. അന്ന് തുടങ്ങിയ ബന്ധമാണ്, അന്നുള്ള അടുപ്പം എന്ന പോലെയാണ് എനിക്ക് അഷ്കർക്ക് എനിക്ക് തരുന്നില്ല. ഇപ്പം അഷ്കർക്കാനെ കടമയ്ക്ക എന്ന് പറഞ്ഞാൽ ഇക്ക എന്നെ അങ്ങനെയല്ല. ഇക്ക വർഷങ്ങളായിട്ട് അടുപ്പമുള്ള ഒരാളെ വീണ്ടും കണ്ട പോലെ എനിക്ക് എന്നോട് പെരുമാറുന്നത്, എന്നോട് കുറേ സിനിമാ വിശേഷങ്ങളും പറയുന്നതും കരിയറിൻ്റെ കാര്യം പറയുന്നതും ഫാമിലി ബോസും ഫാമിലി ആയിട്ടുള്ള അടുപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, ഷെയർ ചെയ്യുന്നതും അഡ്വൈസസ് തരുന്നതും അതൊക്കെ ഇൻസ്റ്റന്റ്ലി ആണ്. അന്ന് രാത്രി തന്നെ ഉണ്ടാവുന്ന ഒരു അടുപ്പമാണ്. ആ അടുപ്പത്തിന് ഒത്തിരി ആഴമുണ്ടാവും. അത് ഇക്കാക്കാൻ്റെ അത്യാവശ്യമൊന്നുമില്ല. ഞാനങ്ങനെ പോയിട്ടൊരു അടുപ്പം ഉണ്ടാക്കി ചിക്കൻ എന്നോട് കാണിക്കുന്ന അടുപ്പം നമുക്ക് ഭയങ്കര ഒരു ധൈര്യം തരികയും നമുക്ക് പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക ഒരു ഫാമിലിയുടെ അടുത്ത് വന്ന പോലെ തന്നെ തോന്നും. അതാണ് എനിക്കും അത്രയും ബന്ധങ്ങളുണ്ട്. കുറേ പടങ്ങൾ ഇറങ്ങുമ്പോഴും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡെയിലി സംഭാഷണം നടത്തുന്ന ആളുകളാണ്. അതൊന്ന് കിട്ടിയാൽ അദ്ദേഹം നമ്മളെ വിടില്ല. അതെ, അതാണ് മമ്മൂക്ക അങ്ങനെയാണ്. മമ്മൂക്കക്ക് ഇഷ്ടപ്പെട്ടാലും അതിനകത്ത് മാറ്റമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ശരിയാണ്, അത് അസ്കറിനും കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് നല്ലത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ സിനിമയുടെ ഒരു കഥ പശ്ചാത്തലം ആദ്യം ബോസ് തന്നെ പറഞ്ഞിട്ട് നമുക്കൊരു കഥാപാത്രം, പക്ഷേ ഈ കഥയും പശ്ചാത്തലം എങ്ങനെയാണ് ഉൾക്കൊണ്ടുപോയത് അസ്കർ? ഇത് എന്താ ഡയറക്ടർ തന്നെ നോക്കൂ, കഥ പറയുക സസ്പെൻസാണ്, ഭയങ്കര സസ്പെൻസ്. അല്ല, ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ഞാൻ ജീവിതത്തിൽ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. എന്താ പറയുന്നത്, അന്ന് ക്യാരക്ടർ എങ്ങനെ പറയണമെന്ന് ഞാനാണ് മെയിൻ ഈ സാധനം കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. ഷെയ്ൻ വേറൊരു തലത്തിൽ, സാക്ഷി വേറൊരു തലത്തിൽ. കാരണം എനിക്ക് ആ കഥാപാത്രം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ
ജീവിതത്തിൽ ചെയ്യുമോ എന്ന് എന്നോട് ഡയറക്ടറും എൻ്റെ ക്യാമറാമാനും വിളിച്ച് പറഞ്ഞു, അഷ്കറെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. ജിജുവിനെ എനിക്ക് ഒരുപാട് വർഷം അറിയാവുന്ന ക്യാമറാമാനെ. കാരണം കൊലമാസം എന്ന് പറഞ്ഞ സിനിമ ഞാൻ അഭിനയിച്ചപ്പോൾ അതിൻ്റെ ക്യാമറാമാനായിരുന്നു അദ്ദേഹം. ഷാനുഭായ് അതിന് മുമ്പ് ഞാൻ അസോസിയേറ്റ് ആയിട്ട് അദ്ദേഹത്തിനൂടെ ഞാൻ വർക്ക് ചെയ്തു. ഞങ്ങളൊക്കെ ബാക്കിൽ ഒരുപാട് വർഷങ്ങളുള്ള പരിചയമുള്ള ആൾക്കാരാണ്. എന്നോട് അഷ്കർ നീ ചെയ്യാത്തൊരു പരിപാടിയാണ് ഇത് ചെയ്യാൻ പോണത്. ഞാൻ പറഞ്ഞു ഇത് സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു ദിവസം. എന്നോട് ഷാനുഭായ് വിളിക്കും, വായിച്ചോ. ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചു. അപ്പോൾ നീ കള്ളത്തരം പറയാം, നീ വായിച്ചു. നീ കള്ളത്തരം എന്നെ അങ്ങനെ പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ആളാണ്. നീ വായിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്നോട് ക്യാമറ വിളിക്കും, അഷ്കറെ എടാ നല്ല പരിപാടിയാണ്, ഒരു പരിപാടി എന്നാണ്, നല്ല നീ ഉദ്ദേശിച്ച പരിപാടി എന്നാണ്. പരിപാടിയാണ്, അത് ട്രെൻഡാന്ന് പറഞ്ഞു. ഒരു പരിപാടിയാണ്, നീ ഉദ്ദേശിച്ച പരിപാടിയാണ്. പക്ഷേ അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മടി പിടിച്ചായിരിക്കും, ഞാൻ ചെയ്യത്തില്ല. എന്നെ വഴക്ക് പറയും. നല്ല ഇരിക്കണ സ്റ്റാൻഡ് സംബന്ധമൊന്നുമല്ല. ലൊക്കേഷൻ അദ്ദേഹം ഞാൻ വേണമെങ്കിൽ പോയിട്ടുണ്ട്. വഴക്കിട്ട് പോയിട്ടുണ്ട്. പക്ഷെ പുള്ളി എന്നെ കൂടി ചെയ്യിച്ച് നല്ല രീതിയിൽ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യാത്തൊരു സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡയറക്ടറെ കഴിവല്ലേ. അപ്പം നമ്മൾ പോയിന്റ് നിർത്തുക, നീ ചെയ്യണം എന്ന് പറയാൻ നിർത്താനൊരു പോയിന്റ് അദ്ദേഹത്തിന് എന്നോട് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ആ കഥാപാത്രം ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫുള്ള് കണ്ടിട്ടില്ല, ഡബ്ബിങ്ങിനെ കണ്ടിട്ടുള്ളൂ. പുള്ളിനെ കൂടി ചെയ്യിപ്പിച്ചു. ഞാൻ ചെയ്യാത്ത ഏതോ മേഖലയിലൊക്കെ കൊണ്ടുപോയിട്ട് എത്തിച്ചിട്ടുണ്ട് അല്ലേ. കുറച്ച് നല്ല ഗ്യാപ്പ് എടുത്തു അല്ലേ പടം കഴിഞ്ഞിട്ട്? ഞാൻ ആ പടം കഴിഞ്ഞിട്ട് പക്ഷെ വേറെ രണ്ടുപേർക്ക് എഴുത്തിൽ കയറി. അതായിരുന്നു ഡയറക്ഷനിലേക്ക് ഗ്യാപ്പ് വന്നത്. ഡയറക്ഷൻ അല്ലേ. ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വന്ന് ഫീൽ ചെയ്തില്ലേ? ഇല്ല, ഞാനിങ്ങനെ ഗ്യാപ്പ് എടുത്തെങ്കിലും എല്ലാ സിനിമയുടെ ഒപ്പം ഉണ്ടല്ലോ. അത് കാരണം എല്ലാ ഫ്രണ്ട്സുകളും സിനിമയുണ്ട്, അവരൊപ്പം ഉണ്ട്, സിനിമകൾ കാണുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ഇങ്ങനെ പോയി. ഇപ്പം സിനിമയുടെ രീതി മാറിയിട്ടുണ്ട് അല്ലേ. ഒരു ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന സിനിമയുടെ രീതി മാറിയിട്ടുണ്ട്. പ്രഷർ ഏത് സിനിമ ഏറ്റെടുക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പാണ് ഒരു സിനിമ ഇന്ന സിനിമയാണ് പ്രഷർക്ക് ഇഷ്ടമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. അത് എങ്ങനെയാണ് ഡയറക്ടർ എന്ന നിലയിൽ കാണുന്നത്? ഇല്ല, നമുക്കിപ്പോൾ ഏത് ആർട്ടിസ്റ്റിൻ്റെ ആണെങ്കിലും പടം വന്നു കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഏറ്റെടുക്കും. ഇല്ലെങ്കിൽ ഏത് സ്റ്റാറിൻ്റെ പടങ്ങളിലും പിറ്റേ ദിവസം പോകലാണ്. ഇപ്പം ഇതിൻ്റെ നമ്മൾ ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നെ സംബന്ധിച്ചെന്നല്ല, ഞാൻ ഏത് സിനിമ എൻ്റെ സിനിമ നല്ലതെന്ന് തന്നെയല്ലോ. പക്ഷെ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയട്ടെ, പൊട്ടയാണെങ്കിൽ പൊട്ട തന്നെ, അവരൊരു ഇഷ്ടമാണ് അല്ലേ. നമ്മളെന്ത് കഴിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതുപോലെ ഈ സിനിമ നല്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ, ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള. കുറേ കൊല്ലമായിട്ട് നമ്മൾ ഈ സിനിമയിൽ എന്തൊക്കെ ഇപ്പം ഈ പേര് തന്നെ ഒരു ഡിഫറെൻറ്റ് പരിപാടി ഒറ്റ പോസ്റ്റർ കഴിഞ്ഞപ്പോൾ ഈ പേരിനെ പറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എത്രമാത്രം അതുപോലെ ഇങ്ങനെ കുറേ ഈ ഇന്നത്തെ നിലക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്രൊജക്റ്റിലേക്ക്, അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ ഇനി ഒരു ആഗ്രഹങ്ങളുണ്ടാവും, നമുക്ക് ഇന്ന ആളുകളുടെ കൂടെ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉള്ള എന്താണ് ഷാനു? അല്ല, ആഗ്രഹങ്ങളും നമുക്കുണ്ട്, വലിയ ആർട്ടിസ്റ്റും പരിപാടിയും. പക്ഷെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനില്ല, അതിനില്ല. ഇല്ല, അതാണ് ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത്. അതന്നെ, അങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതം മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇല്ലില്ല, നമ്മൾ അവർക്ക് ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കാത്തിരിക്കാം. അവർക്ക് വേറെ പരിപാടികളുണ്ട്. ഈ 3 കൊല്ലം ഞാൻ എൻ്റെ വീട്ടിൽ അരി മേടിക്കാനും എൻ്റെ മകനൊക്കെ ഇവർ തരൂലല്ലോ. 3 കൊല്ലം ഞാൻ മാറിയിരിക്കണം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് 3 കൊല്ലം കഴിഞ്ഞ് ഡേറ്റ് ഉണ്ട്, ഞാൻ അതുവരെ ഇവരെൻ്റെ മക്കളെ ഫീസ് കിട്ടുമോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് നല്ല പരിപാടി എൻ്റെ മനസ്സിൽ നല്ല ആർട്ടിസ്റ്റിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കഴിവുള്ളവരെ കിട്ടിയാൽ മതി. എനിക്ക് അതുകൊണ്ട് അടുത്ത പടങ്ങളിൽ ഞങ്ങൾ ചെയ്യണം. എല്ലാത്തിനും സാക്ഷിയായിട്ട് ഫിറ്റ്നസ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. നമുക്കത് ഏറ്റവും കംഫർട്ട് എന്ന് പറഞ്ഞ് ഇവരൊക്കെയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്തിരി നേരം വൈകുക അല്ലെങ്കിൽ എവിടെ എത്തില്ല, ഇവരോട് എങ്ങനെ വിളിച്ച് ചോദിക്കില്ല, എടാ എവിടെയാണ് ഇന്നൊന്ന് അവിടെ പരിപാടി ഉണ്ട് കേട്ടോ, നമുക്ക് പ്രൊമോഷൻ ഉണ്ട്, വേഗം വരാൻ പറഞ്ഞാൽ അവർ വരും. മാനേജർമാരെ വിളിച്ച് അവരെ അനുവാദം ചോദിച്ചിട്ട് മടുത്തുക്ക സത്യം പറഞ്ഞു. ഇപ്പൊ ഇത്തിരി ഇതുണ്ട്, ഇനി നാളെ ഇവരെ ഉണ്ടാവും എനിക്കറിയില്ല. ഏറ്റവും വലിയ പോയിന്റ് ആട്ടോ ഈ ഡയറക്ടർമാരോ കഷ്ടപ്പാട് സിനിമ ഇവരെ ഒന്ന് വിളിച്ചു കൂട്ടിയ ഒരു പ്രൊമോഷൻ വേണ്ടി. നമുക്ക് നമ്മുടെ സിനിമയാണ്, പക്ഷെ അവർ വേറെ ഷൂട്ട് ചെയ്യും, മാനേജറിനെ വിളിക്കുക, മാനേജർ അവിടെ പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഷാനുവിൻ്റെ നിലപാട് കറക്റ്റാണ്. ആ നിലപാട് എല്ലാവരും എടുത്താൽ സിനിമയ്ക്ക് ഒത്തിരി മാറ്റം സംഭവിക്കും. അല്ല, ഞാൻ അങ്ങനെ അതല്ല, അവർ മാനേജർമാർ അതവരെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും മാനേജർമാർ. പക്ഷേ എനിക്ക് ഇത്രയേ ഉള്ളൂ, നമ്മളവരെ വിളിച്ചു. ഇവരെ എനിക്കിപ്പോൾ ഇന്ന് രാവിലെ അഷ്കർ 10 ഒരു 11 മണി 10 അവിടെ എല്ലാവരും കാത്തിക്കണം, നീ വന്നിട്ട്
ഷെയ്നാണെങ്കിൽ അതെ രാവിലെ ഉണ്ട് കേട്ടോ പരിപാടി അങ്ങനെ പറയാനുള്ളതുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് പടം കഴിഞ്ഞ് പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങൾ ഇങ്ങനെ ഇപ്പം വേറെ ആൾക്കാരെ പടം വരും അപ്പം ഇതേപോലെ തന്നെ നിൽക്കുക, കഥ നിങ്ങൾ തന്നെ കേൾക്കുക, എന്നിട്ട് ഇല്ലേ കഥ നിങ്ങൾ കേൾക്കുക, പറ്റൂലെങ്കിൽ അപ്പം പറയാ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്നും പറയില്ലല്ലോ. പറയുന്ന ഒരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല, തല്ലൂലല്ലോ. ഷാനുക്ക പറയുന്ന പോയിന്റാണ്, അതായത് മാക്സിമം കഥകൾ കേൾക്കുക. നമ്മളൊരു മാസം അങ്ങനെ തിരക്കാവുന്ന സമയമുണ്ട്, അങ്ങനെ സമയത്ത് ഒരു മാസം ഇത്രയും ഡേറ്റ്സ് മാറ്റിയിട്ട് കഥ എല്ലാവരുടെയും കഥ കേൾക്കുക, ഡയറക്റ്റ്ലി കേൾക്കുക. നമ്മുടെ ഒപ്പീനിയൻ എത്രയും പെട്ടെന്ന് പറയാം, നമ്മൾ വലിപ്പിക്കൽ അതന്നെ. ഒരു വായിച്ചിട്ടില്ല, നാളെ വായിക്കും, മറ്റന്നാൾ വായിക്കും, നമ്മളിങ്ങനെ കേട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനൊരു ഗുണമില്ല, ഇപ്പോൾ ഷാനിൻ്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ശരി അല്ല ശരി ചേട്ടാ, ഇത്രയല്ലേ ഉള്ളൂ. എനിക്കത് ചിലപ്പോൾ മോശമാണെങ്കിൽ ഞാൻ എനിക്ക് നന്നാക്കിയിട്ടാവും ഞാൻ അടുത്തത്. ഇത് 6 മാസം 8 മാസമൊക്കെ നമുക്ക് ഇതല്ലാണ്ട് വേറെ പണി അറിയില്ല. ഒത്തിരി വലിപ്പിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയല്ല, നമ്മൾ വലിഞ്ഞു നടന്നിട്ടുണ്ട് കുറെ. അതിലൊന്നും ഇതില്ല, നടക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീം, നല്ല പ്രൊഡ്യൂസർ, ടെൻഷനില്ലേ ഒരു പരിപാടി, അതിൻ്റെ ഒരു ഭാഗമല്ലേ ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളത് നല്ല ഭാഗമാണ്. കഴിഞ്ഞ പടം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് എനിക്കൊരു പ്രോജക്റ്റ് ഇങ്ങോട്ട്, ഞാൻ പോയിട്ട് ചോദിച്ചല്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടൊരു പരിപാടി തരുന്നു. അപ്പോൾ അതിനെനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന നേരം വരെ എനിക്ക് ടെൻഷനില്ല, എവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ 5 സ്ഥലത്താണ് ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം 3 അല്ലേ, 3 കഴിഞ്ഞു. കോഴിക്കോട് ഞാൻ എല്ലാത്തിലും വിളിച്ചോണ്ടിരുന്നു അവര് എന്നോട് വന്നോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ അമ്മയുടെ പ്രോഗ്രാമായിട്ട് തിരക്കാണ്ട് വരായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുന്ന ഒരാളായിരുന്നു. അതെ, 17-ാം തീയതി ബോംബെ, സമയം തിരൂര്, അങ്ങനെ 5 സ്ഥലത്ത് ഒരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചും പരിപാടിയൊക്കെ ആയിട്ട് ഇനി കൊച്ചിയിൽ ട്രെയിലർ ലോഞ്ച്, അങ്ങനെയൊക്കെ ഒരു പാക്കപ്പ് ഭയങ്കരമാണ് നമുക്ക്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം കാണട്ടെ. ഇപ്പം മമ്മൂക്കാക്ക് படம் எல்லாம் பார்க்குங்க, அஸ்கர்கா படம் ஏது பார்த்துருக்குங்க? ஆக்சுவலி ஃபர்ஸ்ட் டே நாங்கள் போன மூவி கேஸ் டைரிஸில் நான் என்டர் பண்ணுறேன். அப்போது அஸ்கர் வந்தாங்க ஃபுல் புலிஸ் யூனிஃபார்மில், அந்த தொப்பி போட்டுட்டு அந்த புலிஸ் காப் யூனிஃபார்மில். ஒரு செகண்ட் நான் டேர்ன் பண்ணி பார்க்கும்போது அப்படியே எனக்கு மம்முட்டி சார் வர மாதிரி இருந்தது. ஃபுல் கூஸ்பம் மொமெண்ட் ஆச்சு எனக்கு, ஏன்னா ஃபஸ்ட் டைம் பார்க்கும்போது. அப்புறம் பழகி ஐ வாஸ் லைக் ஓகே, நைஸ், வெரி நைஸ் ஆக்டர், நல்ல பர்ஃபார்மன்ஸ். அஃப்கோர்ஸ் எவ்ரிதிங் எல்ஸ் லுக்ஸ் வைஸ் இஸ் குட், ஸோ இட்ஸ் வெரி ப்ராமிசிங் ஆக்டர் ஐ ஃபீல். பிக் பாஸ் எக்ஸ்பீரியன்ஸ் எப்படி இருந்தது? பிக் பாஸ் எக்ஸ்பீரியன்ஸ் அஃப்கோர்ஸ் வெரி வெரி இன்ட்ரெஸ்டிங், வெரி நைஸ் எக்ஸ்பீரியன்ஸ். பிக் பாஸ்லேருந்து வெளியே வந்ததுக்கப்புறம் ஒரு விசிபிலிட்டி வருதுல்ல, இட் வாஸ் இன்சேன், சூப்பராக இருந்தது. அதை ஹேண்டில் பண்ணுறதுக்கு ஒரு மைண்ட் செட் வேணும். ஆனால் ஸோ அதை என்னை பொறுத்த வரைக்கும் நான் ரொம்ப கரெக்டாக ஹேண்டில் பண்ணேன். ஏன்னா பிக் பாஸ் முடிச்சுட்டு நம்மளுக்கு 200 ஆஃபர்ஸ் வரும்னு கிடையாது, விசிபிலிட்டி இருக்கும். ஆனால் மூவி ஆஃபர்ஸ் வரும், நோ, யூ ஹாவ் டு ஒர்க் ஹார்ட் ஃபார் இட். ஸோ அதுக்கு உண்டாண்ட எஃபர்ட் நான் போட்டேன், நிறையா ஹார்ட் ஒர்க் பண்ணேன் நான் நெக்ஸ்ட் மூவிஸ் பண்ணுறதுக்கு. இன்ஃபேக்ட் என்னோட இப்போ போன மூவி நான் கடவுள் இல்லை, எஸ்.ஏ. சந்திரசேகர் சார் டைரக்ஷன், விஜய் சாருடைய அப்பா, தளபதியோட அப்பா, அவங்க டைரெக்ஷனில் 3 ஸ்டன் சீக்வன்ஸ் பண்ணியிருந்தேன். அதுக்கு அவ்வளோ நல்லா ஃபீட்பேக் வந்தது. அந்த சீக்வன்சஸ் பார்த்து தான் எனக்கு கேஸ் டைரிஸ் போன மூவியில் நம்ம ப்ரொடியூசர் சார்லேருந்து எனக்கு இன்கொயரி வந்தது. ஸோ தட்ஸ் ஹவ் இட் ஹேப்பன்ட். ஸோ எங்கே என்ன எப்போ கனெக்ட் ஆகுது நம்மளுக்கு தெரியாது, பட் நம்மளோட ஒர்க், நம்மளோட டெடிகேஷன் கண்டினியூ பண்ணிட்டு. ஆக்ஷன் வலை இஷ்டம் எனக்கு இஷ்டம், எஸ். മലയാളത്തില് பட் எனக்கு என்ன இஷ்டம்னா ஐ வாண்ட் டு டு எவ்ரிதிங். I want to do emotional scenes also, romance also, comedy also. Why not? நம்ம ட்ரை பண்ணுவோம்ல. ஒரு versatile நம்ம இருக்கணும். സകലകലാ വല്ലഭിയാണ്. അല്ലവനല്ല വല്ലഭിയാണ്. എല്ലാം പിടിക്കും, കോമഡി പിടിക്കും, ആക്ഷൻ പിടിക്കും. യാ 365 ഡിഗ്രീസ് இருக்கணும்ல. കാരണം ഒന്നും നോ പറയത്തില്ല. എന്ത് ചെയ്യണം സാർ, എനിക്ക് ഫൈറ്റ് വേണം, ഡയറക്ടറോട് പറയും, ഞാൻ ഡാൻസ് എനിക്ക് വേണം, അത് വേണം, ഇത് വേണം. നമ്മളൊക്കെ എന്താ പറ്റി ഡാൻസ്, ഫൈറ്റ് എല്ലാം ഇവിടെ. ഇപ്പൊ എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല, ഞാൻ ചെയ്തോളൂ അഷ്കറെ ഫൈറ്റ്. അഷ്കർ ഷെയ്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഡയറക്ടറിന് ഒരു ഫുൾ പാക്കേജാണ്. எப்படி சாங் எப்படி சிங்கிங்? ஆமா, நான் லிப் சிங் பண்ணேனே நம்ம கல்யாணம் சாங், ഷാഹിൻ ആൻഡ് മലയാളം നന്നായിട്ട് പാടി അഭിനയിച്ചു. മലയാളമൊക്കെ നന്നായിട്ട് പാടി അഭിനയിച്ചു, നല്ല സോങ്. അത് പഠിക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഒന്ന് അത് മലയാളം ഹിന്ദി ആയിട്ട് എഴുതണം,
അതിന്റെ മീനിങ് മനസ്സിലായില്ലേ? ഇത് എങ്ങനെ പാടി, അയ്യോ സാക്ഷിക്ക് എങ്ങനെയാണ് എന്റെ ലിറിക്സ് പഠിച്ചത് അതേപോലെയാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. അതിപ്പോ കറക്റ്റ് ആണ് പറഞ്ഞത്. അയ്യോ പാട്ടാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഡാൻസ് അല്ല വേറെ ഹിന്ദിക്കാരനാണ് വന്നത് ഡാൻസ്. നമ്മുടെ റോക്കി ബായ് രാകേഷ് മാസ്റ്റർ ഓൾ ദ വേ ഫ്രം ബോംബെ വിത്ത് ഹിസ് ഡാൻസേഴ്സ് വന്ന്. അപ്പോൾ ഷാനൂക്ക് നമ്മുടെ കഥ കേൾക്കുമ്പോൾ സോങ്ങിന്റെ ഡാൻസ് ഇടുന്നു. അപ്പം എന്നോട് പറഞ്ഞു നീ ഡാൻസ് ചെയ്യില്ല. ഞാൻ ഡാൻസ് ചെയ്യുന്നില്ല. നീ ഡാൻസ് ചെയ്യാത്ത പടത്തിൽ ഞാൻ ചിക്ക ചുമ്മായിരിക്കുക നടക്കൂല എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം റിഹേഴ്സൽ, അതും ബോസിന്റെ വീട്ടിൽ, ബിക്കോസ് ഇഷ്ടം പോലെ സ്ഥലമുണ്ടാണ്. അപ്പം നമ്മുടെ ഡാൻസേഴ്സ് എല്ലാവരും വന്നു. അപ്പം ഞാൻ സിനിമയല്ല, ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് ഞാനവിടെ ജിമ്മൊക്കെ കണ്ടുപിടിച്ച് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഡാൻസ് സമ്മ മാസ്റ്റർ ഓൺ സ്റ്റെപ്പ്. എനിക്ക് ഒരു കാലനക്കാൻ പറ്റില്ല, എനിക്ക് ഒരു അവരിങ്ങനെ ആണെങ്കിൽ എനിക്കത് കഴിയണില്ല, എനിക്കത് പറ്റണില്ല. ഞാൻ എങ്ങനെ ചെയ്തെടുക്കുന്ന പടച്ചോനറിയാം. ഞാൻ 2 ദിവസം കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് എനിക്കൊരു ഡ്രസ്സ് ഇട്ടു, ഒരു ഷർവാൻ. കല്യാണ ചെക്കനല്ലേ, കൈ അനങ്ങൂല, ഇങ്ങനെ അരങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സ്. 3 nights full night അല്ലേ? ആമാ. we started like 5 PM we have to be ready. ഒരു 6 മണി കഴിഞ്ഞ് ഇരുട്ടുമ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആൻഡ് ഇറ്റ് ഗോസ് ടിൽ രാവിലെ 6 മണി വരെ പോകും. 6 മണി വരെ ബോസ് ഉണ്ടാവും അവിടെ ഉണ്ടാവും. ഞാൻ ബോസിനെ വിടും, ബോസ് ഉറങ്ങിയൊന്നുമില്ല രാവിലെ വരെ. ഞാൻ ഒരു സിനിമയിലും അങ്ങനെ നിൽക്കാറില്ല. ഇല്ല, ലൊക്കേഷൻ പോലും വരാത്തതാണ്. ഞാൻ പിന്നെ ഈ സിനിമയുടെ ഒരു സെറ്റിലും ഞാൻ പിന്നെ ബോസിനെ കണ്ടിട്ടില്ല. അതേപോലെ നമ്മള് നിഷാദ് പടവും ചെയ്തു, ബോസിനോട് കണ്ടിട്ടില്ല. അല്ല, ഷൈൻ ടോം ചാക്ക് വന്ന് ലോഞ്ചിൽ പറഞ്ഞു. ഷൈൻ ടോം ചാക്ക് ഇതുവരെ ബോസിനെ കണ്ടിട്ടില്ല. എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം 3 രാത്രി ഹോൾ നൈറ്റ് ബോസിന്റെ ഫാമിലി വൈഫ് எல்லாரும் ഉണ്ടായിരുന്നു. ஆக்சுவலி பாஸ்க்கு ரொம்ப பிடிச்ச சாங் இது. அவங்களுடைய ஓன் இஷ்டத்துல இந்த சாங் பண்ணனால அவ்வளோ இன்ட்ரெஸ்ட் இருக்கனால அவங்க ஃபுல் நைட் உட்கார்ந்து பார்த்தாங்க நமக்கு அந்த இன்ட்ரெஸ்ட்ல. അത്ര ഇഷ്ടപ്പെട്ട അത് അത്ര ഇൻവോൾവ് ആയിരുന്നു. Song is saying don't say. അയ്യോ. Tell me 1-2 lines, so I'll sing. ജി സോനു கொஞ்சம் ഹെൽപ്പ് பண்ணுங்களே. ഹിന്ദിയിലും ഇംഗ്ലീഷൊക്കെ എഴുതി കൊടുക്കും. ഞാൻ ഇടപെടല്ലേ, നമുക്ക് അസൂയാണ്, നമ്മൾ നമുക്ക് കുഷിപ്പാണ്, നമുക്ക് കുഷിപ്പാണ്, നമ്മളതില്ലല്ലോ. എങ്ങനെയും പാടിക്കും, എങ്ങനെയും വേണ്ടി പാടിക്കും. വാക്കണ്ടി ശരിക്കും ഞാൻ ഇതിപ്പോ 2 ദിവസം മുമ്പേ ബോസിന്റെ വീട്ടിലെത്തിയല്ലോ റിഹേഴ്സൽ. അന്ന് ഈ സെറ്റ് റെഡിയാണ്. ഇത്രയും നേരത്തെ സെറ്റ് ഇട്ടല്ല, മുമ്പ് ഒരു കല്യാണം നടന്നു. ബോസിന്റെ വീട്ടിലെ കല്യാണത്തിന് അത് തന്നെ, അതവിടെ റിമൂവ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ സോങ് എടുത്ത്. പക്ഷെ അത് പഠിച്ചു എന്നുള്ളതാണ്. അയ്യോ അല്ലേ? അല്ല പഠിച്ചത് മാത്രമല്ല, അത് കാരണം വി ഹാഡ് ടു റീഷൂ എത്രയോ തവണ. റോക്കി മാസ്റ്റർ ലൈക്ക് കട്ട് 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 സാക്ഷി ലിറിക്സ്, സോ ദ ഹോൾ ക്രൂ. അത് നമ്മുടെ ബെൻസിയുടെ ഒരു ഒപ്പന ട്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ ബോസിന്റെ തന്നെ ഒരു ട്രൂപ്പ് ഉണ്ട്. അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള പെൺകുട്ടികളാണ്, അവർ ഒപ്പന നന്നായിട്ട് കളിക്കും. സോ അവരെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് ഞങ്ങൾ എത്ര പേരുണ്ടെങ്കിൽ 50 പേരെങ്കിലും ഉണ്ടാവും ഡാൻസേഴ്സ്. അപ്പോൾ കട്ട് ബിക്കോസ് ലിറിക്സ് കറക്റ്റ് അല്ല. സോ വീണ്ടും അറിയാം, അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മളത് എടുത്തതാണ്. അല്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. ഇവിടെ ഡാൻസ് പഠിക്കണം, ഇവിടെ പാട്ട് പഠിക്കണം. എന്റെ അമ്മോ, സത്യം പറയണം, പാട്ട് എളുപ്പമായിരുന്നു, ഡാൻസ് അഞ്ചതോ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയും കണ്ടിട്ടില്ല. ഞങ്ങള് അന്വേഷണ തുടക്കത്തില് പ്രൊമോഷൻ വേണ്ടി ഞങ്ങള് 24ന്റെ പരിപാടിക്ക് പോയി. പ്രൊഫഷന് അന്ന് റാംബിയാൻ പറഞ്ഞിട്ട് നടക്കൂല. അയ്യോ നമ്മളാ പോയ അതന്നെ ആ പ്രൊമോഷൻ 24 ന്യൂസ് ലൈവ്. അതെ അതെ. இந்த ஷூட்டுக்கு முன்னாடி 4 days we had practice. அந்த பிராக்டிஸ் கஷ்டப்பட்டாரு பாவம். ஏன்னா எனக்கு டான்ஸ் அப்படி நோ ப்ராப்ளம், அப்படியே தண்ணி வாட்டர் மாதிரி ஐ வில் பிக் அப் தி ஸ்டெப்ஸ். சோ நான் லிரிக்ஸ் உட்கார்ந்து பேப்பர்ல மக்கிங் முஞ்சேடோ கனவெல் blah 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 மக்கிங் இவர் ஸ்டெப்ஸ் வந்து one step அப்புறம் என்ன this one okay again this one okay again this one. so avlo kashtapetti but we helped each other throughout the shoot. അതാണ് ബെസ്റ്റ് എന്ന് പേര് തന്നെ. അത് തന്നെ പടച്ചോ, എല്ലാത്തിനും ബെസ്റ്റാണ്, എല്ലാത്തിനും നല്ല ഫ്രണ്ട്സാണ്. കാരണം ഒരുപാട് ബെസ്റ്റീസ് ഉണ്ടല്ലോ ഈ പടം തുടങ്ങിയപ്പോൾ അല്ലേ, കുറെ ബെസ്റ്റീസ്. കാരണം ഔസഫെ സാറ്, ഷിബു ചക്രവർത്തി സാർ, അവർ നല്ല ബെസ്റ്റിയാണ്. ഇവർ ബെസ്റ്റീസാണ്, നമ്മൾ ബെസ്റ്റീസാണ്, ഡയറക്ടറും പ്രൊഡ്യൂസറും ക്യാമറമാനും എല്ലാവരും. കാരണം ഒരു കൂട്ടായ്മയാണ് ഇതെല്ലാം, എല്ലാവരും കൂട്ടുകാരാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ്.
കാരണം നല്ലൊരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഭയങ്കര കഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ ഇച്ചിരി മടിയൊക്കെ പിടിച്ചിരുന്നാലും ഡയറക്ടർ എന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ ഓടിയിലാക്കി പോകും. ശരി, ക്യാമറമാനെ വിളിച്ചു അഷ്കർ എന്താണ് പരിപാടി, അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എല്ലാവരും. ഇപ്പോൾ നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ആണെങ്കിലും അദ്ദേഹം നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഇത് വേണം, അല്ല എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്നല്ല, ഒരു ഔട്ട്പുട്ട് നന്നായിട്ട് വരാൻ വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ വേറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ബാക്കിയുള്ളവരെല്ലാവരും സുരേഷ് ചേട്ടനും നമ്മളെ സുധീർ ഏട്ടനും എല്ലാവരും എല്ലാവരും നമ്മളൊപ്പം വിളിക്കുമ്പോടാ ഒറ്റ ദിവസം മാറി വന്നാൽ ഞാൻ പറയാം നമുക്ക് ഉണ്ടോ ഇല്ല എന്നൊക്കെ വന്നിട്ട് ഒറ്റ ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വന്നാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് ജാഫർക്കൊക്കെ. അങ്ങനെ എല്ലാവരും നമ്മൾ എല്ലാവരും ബെസ്റ്റിയില് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഫാമിലീസ്. ഇപ്പൊ എന്റെ ഫാദർ ആയിട്ട് സുരേഷ് കൃഷ്ണ സാറിന്റെ സോന നായർ ചേച്ചിയുണ്ട്, ആണെങ്കിൽ സാദിക്കൊക്കെ ഉണ്ട്, ചേച്ചിയുണ്ട്. സോ ഫാമിലി ഇൻവോൾവ്, നമ്മൾ ഒരുപാടായില്ല ഇപ്പൊ അങ്ങനെ മൂവീസ് ആണ് ഫാമിലി ഈക്വലി ഇൻവോൾവ് ആയിട്ട്. സോ അത് ഈ മൂവിയുടെ വലിയൊരു പ്ലസ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്, ഫാമിലിക്കും അതേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം സൂപ്പർ ആകട്ടെ സിനിമ. സുരേഷ് ചേട്ടനൊക്കെ നമ്മളത് സുരേഷ് കൃഷ്ണൊക്കെ എടാ അത് ഒരു ഗ്യാപ്പ് കിട്ടും നമ്മളതിൽ, എടാ അത് വേഗം തുടങ്ങാനുള്ള ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇങ്ങനെ വിളിച്ചാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സിനിമയായി മാറിയത്. കാരണം ചെറിയൊരു 2 ദിവസം വൈകില്ല എപ്പോഴാണ് തുടങ്ങുന്നത്, എന്താ തുടങ്ങുന്നത്, ഡബ് ചെയ്യണ്ടേ, ഡയറക്ടർ വിളിച്ച് എന്ത് മറ്റേത് എന്തായി എന്ത് ചെയ്യാണ്, ഞാനും വിളിച്ച് രാത്രി 1 മണിക്ക് വിളിക്കും, ചെയ്ത് ശരിയായിരുന്നോ കറക്റ്റായിരുന്നോ. അത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് ആയിപ്പോയി പടം, അത്രത്തോളം നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതുകൊണ്ട് ആ കഥാപാത്രം എല്ലാവരും കഥാപാത്രങ്ങളും. ഇതിപ്പോൾ ഞാൻ നായകനോ ഇവൻ നായകനോ അല്ല, എല്ലാവരും നായകനും നായകന്മാരുമാണ് ഈ പടം, എല്ലാവർക്കും തുല്യ കഥാപാത്രങ്ങൾ. ഒരു ടെൻഷൻ നിറഞ്ഞ പരിപാടി ആർട്ടിസ്റ്റുകളെ ഭാഗത്തുനിന്ന് ബാക്കി ഒരു സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല ഈ സിനിമയ്ക്ക്. ഇങ്ങനെ വരാതിരിക്കുക അല്ലെങ്കിൽ ഇതാക്കാതെ വേണ്ട തീർക്കാൻ ഒന്നുമില്ല. നമ്മളിങ്ങനെ നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല എല്ലാ ആർട്ടിസ്റ്റുകളും. നമ്മൾ സുരേഷ് ചേട്ടനൊക്കെ എനിക്ക് നല്ല ഇത് ഓർമ്മ ഉണ്ട്, അത് തീർക്കണ്ടേ, അത് മാത്രമല്ല ഞാൻ ഇനി എന്തെങ്കിലും പോവാണ്ട് നിൽക്കണം ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയും. ഗെറ്റപ്പ് ഉണ്ടായിരുന്നേ, അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം. ആ ഭാഗ്യം കടാക്ഷിക്കട്ടെ. 24-ാം തീയതി സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ എല്ലാവർക്കും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അനു പറഞ്ഞ പോലെ ആരെയും തേടി പോകണം, നമ്മളെ തേടി വന്ന ആളുകളുമായിട്ട് കൈകോർത്തിരിക്കും നല്ല സിനിമകൾ ചെയ്യുക. നമുക്ക് വെയിറ്റിങ്ങിൻ്റെ കാര്യമില്ല. നേരത്തെ പറഞ്ഞ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. അതിന് വേണ്ടി 1 വർഷം 3 വർഷം 4 വർഷം മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല. അത് കൃത്യമായ ഒരു പോയിന്റാണ് ഞാൻ ഇതിപ്പോഴും എന്നെ മനസ്സിൽ ഇട്ടുകൊണ്ട് തന്നെ പറഞ്ഞത്. അതാണ് വേണ്ടത്, ഒരു ഡയറക്ടറിന് വേണ്ടത്. സൂപ്പർ ഹിറ്റ് ആകട്ടെ സിനിമ. ഒത്തിരി സന്തോഷം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.